അല്ല, നമ്മൾ ഈ മോഹൻലാൽ വന്നതോടെ അത് ഞങ്ങളുടെ തെറ്റാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത അന്ന്. നമ്മുടെ തെറ്റെന്ന് പറയുന്നത് നമ്മളുടെ ഒരു മിസ്കൺസെപ്ഷനാണ് ഇതിനെപ്പറ്റി. മോഹൻലാൽ വരുന്നതിനെ വരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ഒന്നുമില്ല, ആ ട്രാക്കേ ഇല്ല. മോഹൻലാൽ വന്നതോടുകൂടി അന്നത്തെ മോഹൻലാലിൻ്റെ ഒരു സ്റ്റാർഡത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊരു ഒരു പ്രതീക്ഷയുണ്ടല്ലോ. നമ്മുടെ സിനിമയിൽ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കഥയിൽ അത്രമാത്രം എലമെൻറ്റ്സ് ഇല്ല. മോഹൻലാൽ ഒരു സൂപ്പർ ഹീറോ ഒന്നുമല്ല. അപ്പോൾ അത്തരത്തിലൊരു ഓഡിയൻസിനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചില എലമെൻറ്റ്സ്, ഒരു ഫൈറ്റ് സീക്വൻസ് ആദ്യം ഉണ്ടായിരുന്നു. അത് കഥയുമായിട്ടൊരു ബന്ധമില്ലാത്ത മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ഒന്ന് ഒരു ബൂസ്റ്റ് ചെയ്യുന്നൊരു സാധനം. അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടറും ഹ്യൂമറിന് വേണ്ടി മാത്രമാണ്, അത് മെയിൻ സ്റ്റോറിയെ ഒരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് ആയിരുന്നില്ല. പക്ഷെ അമ്പിളിച്ചേട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്തു. ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് അമ്പിളിച്ചേട്ടനെ മിസ്സിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല. അമ്പിളിച്ചേട്ടൻ എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തു. എൻ്റെ ഒരുപാട് ഗംഭീരമായ കഥാപാത്രങ്ങൾ എൻ്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷേ അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തൊരു തെറ്റായ ഡിസിഷനെ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തതാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഥ മാത്രം പറഞ്ഞു പോവുകയാണ്. 34 മിനിറ്റാണ് ഞാൻ അതിനകത്ത് എഡിറ്റ് ചെയ്തത്. 2 മണിക്കൂർ 46 മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ 2 മണിക്കൂർ 12 മിനിറ്റാണ്. അത് ആരും അമ്പിളിച്ചേട്ടനെ മിസ്സായെന്ന് പടം കഴിയുന്നതിനും വരെ പറഞ്ഞിട്ടില്ല. പടം കഴിഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് മോഹൻലാലിൻ്റെ ആദ്യത്തെ ഫൈറ്റ് ആവശ്യമില്ലായിരുന്നു. രണ്ടാമതൊരു ഫൈറ്റ് ഉണ്ട്, അതും ഞാൻ കൃത്യമായിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്നത് ഇച്ചിരി ടഫാണ്. കാരണം നമ്മൾ മിക്സഡ് സൗണ്ട് ട്രാക്ക് വെച്ചിട്ട് എഡിറ്റ് ചെയ്യും. മ്യൂസിക്കും ഡയലോഗൊക്കെ മിക്സ് ചെയ്ത് കിടക്കുക, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. മറ്റും റീ റെക്കോർഡിങ് ട്രാക്സ് നമുക്ക് മൾട്ടിപ്പിൾ ട്രാക്സ് ഉണ്ടായിരുന്നു. ഡയലോഗുമായിട്ട് മിക്സ് ചെയ്യുന്ന പോർഷനിൽ കട്ട് ചെയ്താൽ മ്യൂസിക്കും ജമ്പാവും ഡയലോഗും ജമ്പാവും. അപ്പം സൈലൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ നന്നായി ചെയ്യാൻ കഴിയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾ ചില ട്രിക്കൊക്കെ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഈ അമ്മിളിച്ചേട്ടൻ്റെ സീക്വൻസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാറ്റാൻ കഴിഞ്ഞു. മോഹൻലാലിൻ്റെ ആ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കാളവണ്ടി പൊക്കുന്നത് ആ ഫൈറ്റിൻ്റെ എൻഡിൽ വരുന്ന ഷോട്ടും ആദ്യത്തെ ഷോട്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ അല്ല, അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഹ്യൂമൻലി പോസിബിൾ അല്ലാത്തൊരു കാര്യം. ദർ ഈസ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ, ഒരു ദൈവികമായ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ സാധിക്കുന്നില്ല. എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞ ഒരു സിനിമ മാണിക്യമായിട്ട് പോകുന്നിരിക്കുന്നത് അല്ലേ? അത് മനുഷ്യനെ കൊണ്ട് സാധിച്ചല്ല, ദൈവം ഇതിനായിട്ടൊരു സമയം നിശ്ചയിച്ചിരുന്നു. ആ സമയം ഇതാണെന്ന് ഞാൻ അത് തന്നെ വിചാരിക്കുന്നത്. എന്താണ് ഈ സിനിമ 24 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. പക്ഷെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ പടം കാണുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു മലയാള പടമാണ്. പിന്നെ ഇന്നലെ ഞാൻ കണ്ടത് ഒരു ഇംഗ്ലീഷ് പടമാണ്. യുനോ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു എൻ ഇംഗ്ലീഷ് ഫിലിം. അതിൽ പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് പടങ്ങളിൽ. അത് യൂഷ്വലി ഒരു വലിയ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യും, ബട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യും. അതിന് അൺവാണ്ടഡായിട്ട് ഒന്നും സീൻസ് വരാറില്ല. അൺവാണ്ടഡ് ഇത് യു ജസ്റ്റ് ഗോ വിത്ത് ദി സബ്ജക്റ്റ് ദ ഹോൾ ഫിലിം. ഈ പടവും അതുപോലെ തന്നെ ഇന്ന് കാണുമ്പോൾ ഇറ്റ് വാസ് ഓൺലി ദ സബ്ജക്ട്, ദർ വാസ് നത്തിങ് എൽസ്. ഫ്രം ദി ബിഗിനിങ് ഇത് ആരാണ് വായിക്കുന്നത്, ഇതാണ് ചോദ്യം. ആരോടോ എന്തോ പറയാനുണ്ട്. സോ ദി ടാഗ് ലൈൻ വാസ് ദി മെയിൻ സബ്ജക്ട്. സോ അതാണ്. സോ വെൻ ഐ സോ ദി ഫിലിം ആഫ്റ്റർ ദി re-edited version, I felt if this was the original version, അപ്പോൾ മ്യൂസിക് ഇന്നും ചിലയിടത്ത് ഞാൻ സൈലൻസ് ഇട്ടേക്കണം. There was a lot of music. ചില ഇടങ്ങളിൽ I thought it could have been silent. അതാണ് ഒരു but I mean it was wonderful, very nice, great experience and great editing, very nice. ജഗദീഷ് സാറുடைய കംപ്ലീറ്റ് പോർഷൻ മാറ്റിയെടുത്തു. ആ പട്ടികളുടെ കോമഡി ഒക്കെ എല്ലാം പോയി.
എല്ലാം പോയി. ആദ്യത്തെ ഫൈറ്റും പോയി അല്ലേ, എല്ലാം പോയി. മൂന്നാമത്തെ ഫൈറ്റ് ട്രിം ചെയ്തു.